ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ 451 തൊട്ടുള്ള നാമങ്ങളാണ് നോക്കുന്നത്. തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാജലവാസിനി സുമുഖി നളിനി സുബ്രു ശോഭനാസുര നായിക, ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. അപ്പോൾ ഈ സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലുന്നത് എന്തിനാണെന്നൊക്കെ നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ വിചാരിക്കാതെ പല ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്നു, പല തടസ്സങ്ങൾ വരുന്നു. നമുക്കതൊക്കെ മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. നമ്മുടെ ചിന്തകൾ പോലും വളരെ സങ്കീർണമാണ്. അതായത് ഈ ചിന്തകൾ മാനേജ് ചെയ്യാൻ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണെന്നുള്ള ആദ്യം ഒരു അറിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മനസ്സിനെ ശരിക്കും മാനേജ് ചെയ്യാൻ പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തെ മാനേജ് ചെയ്യാൻ പറ്റൂ. കാരണം നമ്മളൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാദ്യം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നോക്കി അതിനെ നല്ലതാക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റൂ. എന്നാലേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റൂ. അപ്പോൾ ഒരു വീട്ടിലെ ഓരോ അംഗവും യഥാർത്ഥത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങളനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് പറയുന്നത് ആദ്യം നമ്മളിലേക്കാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ധ്യാനവും നാമജപങ്ങൾക്കും ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ളത്. അപ്പോൾ ഈ നാമജപങ്ങൾ ഒരു ശീലമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ സന്ധ്യയ്ക്കാണ് നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുക. കാരണം നമ്മുടെ മനസ്സിൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവും, നമുക്ക് ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള ചിന്തകളും സംഘർഷങ്ങളും ഉണ്ടാവും. പിന്നെ ആളുകളുമായിട്ടുള്ള കോൺഫ്ലിക്ട്സുകൾ, പലരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, ഇതെല്ലാം മറികടക്കാനും നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കി വെക്കാനും ആണ് ശരിക്കും നാമജപങ്ങൾ. അപ്പോൾ വൈകുന്നേരം ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ നമ്മളിൽ ഒരു ശക്തി, അതായത് നമ്മളുടെ ആ ഒരു മനസ്സിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, എറൈസ് ചെയ്യുക എന്ന് പറയും. അതാണ് അവിടെ ശരിക്കും നടക്കുന്നത്. പല ചിന്തകളെയും നമ്മൾ എറൈസ് ചെയ്തുകൊണ്ട് അന്ന് വൈകുന്നേരം നമുക്ക് നല്ല ഒരു റെസ്റ്റ്, അതുപോലെ ഒരു ഉറക്കം, ഇതൊക്കെ നമുക്ക് പ്രദാനം ചെയ്യാൻ ഈ ഒരു ലളിതാ സഹസ്രനാമം സന്ധ്യയ്ക്ക് ചൊല്ലുന്നത് കൊണ്ട് ഗുണമുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പം നോക്കാം. അപ്പം നമ്മൾ നോക്കുന്നത് 451 നാമം വിഘ്നനാശിനി, വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവൾ. അപ്പോൾ വിഘ്നങ്ങളാണ് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് നമ്മൾ എവിടെ നോക്കിയാലും പറയും. എനിക്ക് ജോലി ശരിയാവുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം ശരിയാവുന്നില്ല, അങ്ങനെ പറയും. പിന്നെ പറയും കല്യാണമൊന്നും നടക്കുന്നില്ല, ശരിക്കും കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊക്കെ. അതൊക്കെ വിഘ്നങ്ങളാണ്. അപ്പോൾ ഈ വിഘ്നങ്ങളെ നശിപ്പിക്കാൻ ഇത്തരം നാമജപങ്ങൾ ഒരു ശീലമാക്കുക. അപ്പോൾ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന് പറയും. ധർമ്മം, അർത്ഥം, കാമ, മോക്ഷങ്ങൾ, പുരുഷാർത്ഥങ്ങൾ അത് നേടാൻ നമ്മൾ പുരുഷാർത്ഥങ്ങളെ നേടാൻ വേണ്ടി ഒരുപാട് യത്നിക്കും. മോക്ഷം അതിൽ വരുന്നതാണ്. അപ്പോൾ ആ മോക്ഷം നേടാനുള്ള ആ ഒരു പരിശ്രമത്തിൻ്റെ ഇടയിൽ ഒരുപാട് നമുക്ക് പ്രയാസങ്ങൾ നേരിടും. ആ പ്രയാസങ്ങളെ നശിപ്പിക്കാൻ നമുക്ക് ഇത്തരം നാമജപങ്ങൾ, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ഇതെല്ലാം നമ്മളെ സഹായിക്കും. ഇനി അടുത്തത് 452 നാമം തേജോവതി. തേജോവതി പ്രകാശവതി എന്നാണ് അർത്ഥം. തേജസ്സോട് കൂടിയവൾ, പ്രകാശത്തോടു കൂടിയവൾ, അല്ലെങ്കിൽ ഭംഗി എന്ന പ്രകാശത്തിന് വേറൊരു അർത്ഥം പറയാം. ഭംഗിയോട് കൂടിയവൾ, തേജസ്സോട് കൂടിയവൾ, പ്രകാശത്തോട് കൂടിയവൾ, അതാണ് പ്രകാശവതി. അപ്പോൾ ഈ സൂര്യചന്ദ്രന്മാർക്കാണ് നമ്മൾ പ്രകാശം അല്ലെങ്കിൽ തേജസ് എന്നൊക്കെ പറയാം, സൂര്യചന്ദ്രന്മാർക്ക്. അപ്പോൾ അവരുടെ ആ ഒരു തേജസ് അതുപോലും ദേവി
അവർ സൂര്യചന്ദ്രന്മാർക്ക് പ്രകാശം ലഭിച്ചത് ദേവിയെ അവർ തപസ് ചെയ്ത് ദേവിയുടെ പാദനഖങ്ങളിൽ നിന്ന് വന്ന പ്രസരിപ്പാണത്രേ അവരുടെ തേജസ്സായിട്ട് മാറിയത് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. ഇനി ഈ 453 നാമം ത്രിനയന. ത്രിനയന എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ 3 എന്നല്ലേ, നമ്മൾ ത്രിമൂർത്തികൾ എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ എന്ന് പറയുമ്പോൾ 3 എന്നുള്ള അർത്ഥം വരുമ്പോൾ 3 കണ്ണുകളോട് കൂടിയവൾ, അതാണ് ത്രിനയന. ദേവിയുടെ 3 കണ്ണുകൾ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നിവയാണെന്ന് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ വലത് കണ്ണ് പകലിനെ സൃഷ്ടിക്കുന്നു, സൂര്യരൂപമാണ് എന്നും, ചന്ദ്രരൂപമാണ് ഇടത് കണ്ണ്, അത് രാത്രിയെ സൃഷ്ടിക്കുന്നു എന്നും, 3ാമത്തെ തൃക്കണ്ണ് അഗ്നിരൂപമാണ് എന്നും, അത് സന്ധ്യാകാലത്തെ സൃഷ്ടിക്കുന്നു എന്നും പറയുന്നു. ഇനി അടുത്ത നാമം 454 ലോലാക്ഷി കാമരൂപിണി. അതായത് ലോലാക്ഷികളിൽ കാമരൂപിണിയായി വർത്തിക്കുന്നവൾ, സ്ത്രീകൾക്ക് മന്മഥ രൂപിണിയായവൾ എന്നും പറയാം. അപ്പോൾ പിന്നെ ഗീതയിൽ പറയുന്നു, ധർമ്മവിരുദ്ധമല്ലാത്ത കാമം, അത് മനുഷ്യരിൽ കാമം ദോഷമാണ് എങ്കിലും ധർമാനുസൃതമായ കാമം അനിവാര്യമായ ഘടകമാണ്. അപ്പോൾ കാമം എന്ന് പറയുമ്പോൾ ആഗ്രഹം എന്നൊരർത്ഥം പറയാം. ഇപ്പോൾ കാമം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാമം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതല്ല, കാമം എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ അത് ഒരാഗ്രഹം. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഐസ്ക്രീം കഴിക്കാൻ, അതൊരു കാമത്തിൻ്റെ ലിസ്റ്റിൽ നമുക്ക് പെടുത്താം. ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹം, അത് കാമമാണ്. അപ്പം മനുഷ്യരിൽ കാമം ദോഷമാണ് എങ്കിലും ധർമാനുസൃതമായ കാമത്തിന് ദോഷമില്ല. ഇപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്കിപ്പോൾ വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം, അതൊരു ആഗ്രഹം, ഇന്നത് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം, ആ ഒരു കാമം വലിയ ദോഷമില്ലാത്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി 455 അപ്പം 454 ലോലാക്ഷി കാമരൂപിണി, ലോലാക്ഷികളിൽ കാമരൂപിണിയായിട്ട് വർത്തിക്കുന്നവൾ. അപ്പോൾ ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം ധർമാവിരുദ്ധ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ തന്നെയാണ് ബലം ആയിട്ടിരിക്കുന്നത്, ഞാൻ തന്നെയാണ് മനുഷ്യരിൽ കാമം, അത് ദോഷമാണെങ്കിലും ധർമാനുസൃതമായ കാമമായിട്ട് ഞാൻ തന്നെയാണ് ഇരിക്കുന്നതെന്ന് ചാപ്റ്റർ 7 ഭഗവത്ഗീത ശ്ലോകം 11 ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗീത എത്ര ശ്രേഷ്ഠമാണെന്ന് നിങ്ങൾ ആലോചിക്കൂ. കാരണം നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം എടുക്കുമ്പോഴും വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം എടുക്കുമ്പോഴും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പിന്നെ ഗീതയുമായിട്ട് അതിനെ ചേർത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇനി 455 നാമം മാലിനി. മാലിനി മാല അണിഞ്ഞവൾ എന്നുള്ളൊരർത്ഥം പറയാം. അക്ഷരമാല രൂപിണിയായ ദേവി എന്നും പറയാം. മാലിനി എന്നാൽ ആകാശഗംഗ എന്നും അർത്ഥം. അപ്പോൾ ഗംഗാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി. ഇനി സാഹിത്യശാസ്ത്രത്തിൽ ഒരു വൃത്തത്തിൻ്റെ പേരാണ് മാലിനി. അപ്പോൾ ആ വൃത്തരൂപ ധരിച്ചവൾ എന്നും അർത്ഥമുണ്ട്. പിന്നെ പാർവതിയുടെ ദേവിയായ സഖി, ഒരു സഖിയുടെ പേര് മാലിനിയാണ്. അപ്പോൾ ആ ദേവിയെ കുറിക്കാനും പറയുന്നു. അപ്പോൾ മാലിനി എന്ന് പറയുമ്പോൾ മാല അണിഞ്ഞവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 456 നാമം ഹംസിനി. യതികൾ എന്ന് പറയുമ്പോൾ എല്ലാം പിന്നെ ഒരു എന്താ പറയുക, ധ്യാനത്തിലൂടെയും യോഗയിലൂടെയൊക്കെ ഒരു വലിയ ഹംസ പദവിയിലെത്തിയവരാണ് യതികൾ. അപ്പോൾ ഹംസ പദവിയിലെത്തിയ യതികളിൽ നിന്ന് ഭിന്നയല്ലാത്തവൾ. അപ്പോൾ ഹംസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ. ഹംസം അരയന്നം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അരയന്നങ്ങൾ ദേവിയെ ചുറ്റി നിൽക്കുന്ന പിക്ചറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ദേവി രൂപമായ സരസ്വതി തന്നെ അരയന്നത്തിൻ്റെ പുറത്തിരിക്കുന്നു. അതുകൊണ്ട് ഹംസിനി എന്ന് പറയുമ്പോൾ ഹംസവാഹനയായ ദേവി ആണ് ഹംസിനി. ഹംസം എന്ന് പറയുന്ന ശബ്ദത്തിന് ജീവാത്മാവ് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ജീവാത്മരൂപത്തിൽ പ്രാണികളിൽ കുടികൊള്ളുന്നവൾ ദേവി. ഇനി 457 നാമം മാത. അപ്പോൾ അമ്മ എന്നുള്ള അർത്ഥമാണ് മാത എന്ന് പറയുമ്പോൾ. അപ്പോൾ നിത്യാദേവികളിൽ 10ാമത്തെ ദേവിയുടെ പേരാണ് മാത.
അപ്പോൾ ആ ദേവിയെ സ്തുതിക്കുന്ന ഈ മന്ത്രത്തെ ആ നാമം ഉദ്ധരിക്കുന്നു. ഇനി നമ്മുടെ ലളിതാ സഹസ്രനാമം തന്നെ ആദ്യത്തെ തുടങ്ങുന്നത് തന്നെ ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമധ്യത ഉദ്യദ്ഭാന സഹസ്രാഭ ചതുർഭാഹ സമന്വിത അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെയും മാത എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അമ്മയുടെ പ്രാധാന്യം ഈ ഒരു ഒന്നാമത്തെ നാമത്തിൽ അമ്മ എന്ന സങ്കല്പം എല്ലാ ഉപാസകർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതും ആരാധിക്കാനും എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് അർത്ഥം മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ദേവീ രൂപത്തെ ആദ്യത്തെ നാമം മാത എന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് അർത്ഥം. ഇനി മലയാജലവാസിനി 458 നാമം. മലയാജലത്തിൽ വസിക്കുന്നവൾ. മലയാള ഭഗവതി എന്ന് തമിഴ് വ്യാഖ്യാനങ്ങളിലൊക്കെ കാണുന്നുണ്ട് മലയാജലവാസിനിക്ക്. അപ്പോൾ കേരളത്തെ കടലിൽ നിന്ന് ഉദ്ധരിച്ച് പരശുരാമൻ മലയപർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ 108 ക്ഷേത്രങ്ങളിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നും ആ ദേവിയുടെ സംരക്ഷണയുള്ളതിനാൽ കടൽ കേരളത്തെ ആക്രമിക്കാതെ സ്ഥിതി ചെയ്യുന്നു എന്നും ഐതിഹ്യം പറയുന്നു. അതുകൊണ്ട് ആ മലയാളത്തെ സംരക്ഷിക്കുന്ന മലയാജലത്തിൽ വസിക്കുന്നവൾ എന്നുള്ള അർത്ഥമാണ്. മലയാള ഭഗവതി എന്നും പറയാം, മലയാചലവാസിനി. 459 നാമം സുമുഖി. സുമുഖി എന്ന് പറയുമ്പോൾ സുന്ദരമായ മുഖത്തോടു കൂടിയവൾ, സുമുഖം നല്ല മുഖം അതുള്ളവൾ സുമുഖി. ഇനി അതെങ്ങനെയാണ് നല്ല മുഖം വരുന്നത്? ജ്ഞാനം മൂലം വർദ്ധിച്ച മുഖകാന്തിയോട് കൂടിയവൾ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഷോഡശി പൂജയിൽ ആരാധിക്കപ്പെടുന്ന ഒരു ദേവിയുടെ പേര് സുമുഖി എന്നാണ്. ആ ദേവിയുടെ രൂപം ധരിച്ചവൾ എന്നും അർത്ഥമുണ്ട്. സംഗീതശാസ്ത്രത്തിൽ ഒരു രാഗത്തിന് സുമുഖി എന്ന് പേരുണ്ട്. ആ രാഗം തന്നെ സ്വരൂപമായവൾ, അതാണ് സുമുഖി. അല്ലെങ്കിൽ ജ്ഞാനം മൂലം വർദ്ധിച്ച മുഖകാന്തിയുള്ളവൾ എന്ന് നമുക്ക് പൊതുവെ പറയാം. അതാണ് സുമുഖി എന്ന നാമത്തിൻ്റെ അർത്ഥം. ഇനി 460 നാമം നളിനി. നളിനി എന്ന് പറയുമ്പോൾ കൈ, കാല്, മുഖം തുടങ്ങിയ അവയവങ്ങൾ കമനീയവും മൃദുത്വവും കൊണ്ട് താമരയോട് ഉപമിക്കാവുന്നവ ആയതിനാൽ നളിനി എന്ന പദം ദേവിയെ കുറിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നളിനി എന്ന പദത്തിന് ആകാശഗംഗ, സ്വർഗംഗയായി രൂപം ധരിച്ചവളാണ് ദേവി എന്നും പറയാം. നളൻ എന്ന രാജാവ് ദേവിയെ ഉപാസിച്ച് ദേവിയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചതിനാൽ ദേവിക്ക് നളിനി എന്ന പേര്, അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. അപ്പോൾ നളിനി, ആകാശഗംഗ അല്ലെങ്കിൽ സ്വർഗംഗയായി രൂപം ധരിച്ചവൾ എന്നുള്ള ഒരർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ 460 നാമം നളിനി എന്ന് പറഞ്ഞ് അത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാജലവാസിനി സുമുഖി നളിനി സുഭ്രു ശോഭനാസുര നായിക. ആ ഒരു ഭാഗത്താണ് നമ്മൾ കുറച്ച് നാമങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഭാഗം ഭഗവതിക്ക് സമർപ്പിക്കുന്നു, മഹാദേവിക്ക് സമർപ്പിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവ്വം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.